വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അവർ പറഞ്ഞത് വ്യക്തി വളരെ സംശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ CPM-ന്റെ പ്രചരണമാണ് എന്ന്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു MLA എന്നുള്ള നിലയിൽ ഇവർ നടപ്പാക്കിയ പോളിസികൾ, ഇവരെടുത്തിട്ടുള്ള ഡിസിഷൻസ്, ഇവയിൽ എന്തെങ്കിലും നമ്മൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ചോദ്യം ചെയ്യൂ. ഒരു സ്ത്രീക്കെതിരെ, അത് MLA ആയിക്കൊള്ളട്ടെ മറ്റേതെങ്കിലും സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവരുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന, അവരുടെ സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. പ്രതിഭ ഒരു സിറ്റിംഗ് MLA ആണ്. പൊതുസമൂഹത്തിൽ അംഗീകാരവും അധികാരവും ഉണ്ടായിട്ടും അങ്ങനെ ഒരു MLA-ക്കെതിരെ പോലും നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവയൊന്നുമില്ലാത്ത മറ്റുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കായംകുളം UDF ചെയർമാൻ ഇർഷാദ് MLA പ്രതിഭയ്ക്കെതിരെ നടത്തുന്ന ഈ പരാമർശങ്ങൾ വെറുമൊരു രാഷ്ട്രീയ കുറ്റപ്പെടുത്തലായി കണക്കാക്കിക്കൂടാ. ഇത് സംസാര സ്വാതന്ത്ര്യമോ രാഷ്ട്രീയമോ അല്ല, മറിച്ച് വാക്കുകൾ കൊണ്ടുള്ള വയലൻസ് ആണ്. സിനിമാ താരം ശ്വേതാ മേനോനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ അടിസ്ഥാനമില്ലാതെ അപകീർത്തിപ്പെടുത്തുന്നത് സോഷ്യൽ വയലൻസ് ആയി കണക്കാക്കപ്പെടും. ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ നിലയും വിലയും അംഗീകാരവും നേടിക്കഴിയുമ്പോൾ അവരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലോ യുക്തിയുടെ അടിസ്ഥാനത്തിലോ ചലഞ്ച് ചെയ്യുക പ്രയാസമാകും. ഈ സന്ദർഭങ്ങളിൽ അവരുടെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തലും സോഷ്യൽ ഷെയ്മിങ്ങും ചിലർ ആയുധമാക്കും. ഒരു സമൂഹം സ്ത്രീകളുടെ നേട്ടങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ഇമേജിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ സമൂഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ പോവർട്ടിയാണ് വെളിവാക്കപ്പെടുന്നത്. പബ്ലിക് ഷെയ്മിങ്ങും മോറൽ പോലീസിങ്ങും നമ്മുടെ നാട്ടിൽ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയ കമൻറ്റ് സെക്ഷനിലും ഇതിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ കാണുവാൻ സാധിക്കും. പരാതിപ്പെടുന്ന സ്ത്രീകളെ പോലും വിക്ടിം ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രവണത അടുത്തിടെയുണ്ടായ രാഹുൽ മാങ്കൂട്ടം MLA കേസിലും സിനിമാ താരം ദിലീപിൻ്റെ കേസിലും നമ്മൾ കണ്ടതാണ്. ഓരോ 20 മിനിറ്റിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് 90% റേപ്പും ഇരയാക്കപ്പെട്ടവർക്ക് പരിചയമുള്ളവർ തന്നെ ചെയ്യുന്ന ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന പരാതികളെക്കാൾ കൂടുതൽ സ്ത്രീകൾ പരാതിപ്പെടാൻ പോലും പേടിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് സ്ത്രീ ആയിരിക്കുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാണ്. ഈ സ്ത്രീവിരുദ്ധത രാഷ്ട്രീയ നേതാക്കൾ നോർമലൈസ് ചെയ്താൽ സമൂഹം അത് ഏറ്റുപാടും. ഡെമോക്രസിയിൽ സ്ത്രീകളെ ബഹുമാനിക്കുക എന്നത് അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ്.